പ്രത്യേക ബജറ്റ് ചർച്ച തുടർന്നു. ശ്രീ പി ടി ജോയ്, നികുതി വിദഗ്ധൻ, എന്തൊക്കെയാണ് ഈ ബജറ്റിലെ മറ്റ് നികുതി നിർദ്ദേശങ്ങൾ? കേരളം പോലെയൊരു സ്റ്റേറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിന് ടാക്സ് വരാൻ പോവുകയാണ്. അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന ഒരാൾ, അയാളൊരു വീട് കൺസ്ട്രക്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ ആ ഇയറിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് വീട് അൺഒക്യുപ്പൈഡായിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ബിൽഡിങ്ങിന് ആ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിക്ക് ഒരു ടാക്സ് ചാർജ് ചെയ്യാൻ പോകണം. പെർസെൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകമായി നികുതി അടക്കേണ്ടി വരും. പ്രത്യേകമായി നികുതി അടക്കേണ്ടതായിട്ട് വരും. ഇനി ഇത് ഒക്യുപ്പൈഡ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ്? കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം എന്നുള്ള പീരീഡ് കിട്ടില്ല. അതൊരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് വിൽക്കുന്ന വ്യക്തികൾക്ക്, ബിസിനസ്സുകാർക്ക് ഒരു വർഷത്തെ എക്സംഷൻ കിട്ടും. അല്ലാത്ത വ്യക്തികൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു സജഷൻ, ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. മറ്റേത് ചെറുതായിട്ട് ഇവിടെ റെഫർ ചെയ്തു. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സ്. ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മെയിൻലി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് 3 വർഷമായിരുന്നു. അതായത് 3 വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. ആ ഹോൾഡിംഗ് പീരീഡ് 3 എന്നുള്ളത് 2 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം വിൽക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റായിട്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും കണക്കാക്കും. അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കൂടുതൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും, ഒരു ചെറിയ കാര്യം, ഇപ്പോൾ വളരെ വലിയ ലെവലിലുള്ള ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലാൻഡുള്ള ഒരാൾ വേറൊരു ബിൽഡറുമായിട്ട് ഒരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്നു. അപ്പോൾ ആ ലാൻഡിൻ്റെ ആളെ സംബന്ധിച്ച് അയാളുടെ ലാൻഡിന് വിറ്റതായിട്ട് ഏത് സമയത്ത് കണക്കാക്കി ടാക്സ് കൊടുക്കണം, ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റാൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, അയാൾ ആ ബിൽഡറുമായിട്ട് ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് പോയിൻ്റ് ഓഫ് ടൈമിലാണോ ആ ഇയറിൽ ടാക്സ് കൊടുക്കണം എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിരുന്ന സ്റ്റാൻഡ് പോയിൻറ്റ്. അതിപ്പോൾ ഒരു സെറ്റിൽഡ് സ്റ്റേജിലേക്ക് എത്തി. ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ പോയിന്റിൽ ടാക്സ് കൊടുക്കേണ്ട, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഇയറിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുസാറ്റിലെ വിദ്യാർത്ഥികൾ കൂടിച്ചു. നമസ്കാരം, എൻ്റെ പേര് സർഗ. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കുസാറ്റിലെ 1ാം വർഷ MBA വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം രഞ്ജന മാമിനോടാണ്. അഭ്യസ്ത വിദ്യർക്ക് ജോലി ലഭിക്കുന്നതിനായി എന്ത് നടപടിയാണ് ഈ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്? നമ്മൾ അഭ്യസ്ത വിദ്യർക്ക് ജോലി നൽകുന്നതിനായിട്ട് ഇപ്പം നേരത്തെ ഇവിടെ പാനലിസ്റ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു, ഡോക്ടർ TP സേതു സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്, അങ്ങനത്തെ രീതിയിലുള്ള പല കോഴ്സസും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കില്ലിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ഒരു ഉത്തരമില്ല. അതാണ് നമുക്ക് പലപ്പോഴും വേഗമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. സോ നേരത്തെ എൻ്റെ സുഹൃത്ത് ധനരാജ് പറഞ്ഞതുപോലെ തന്നെ എനിക്കും അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. കാരണം നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഇല്ല. ഓരോ പ്രാവശ്യവും ഓരോ പ്രഖ്യാപനങ്ങൾ വരുത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അത് എത്രത്തോളം വിജയകരമായി, അല്ലെ പഴയ പ്രഖ്യാപനങ്ങളുടെ ഒരു ഓഡിറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഇത് നടക്കുന്നില്ല. ഔട്ട്കം ബഡ്ജറ്റ് അത് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. സോ കുറേ നമ്മൾ ഏത് മന്ത്രിസഭ വന്നാലും ഫിനാൻസ് മിനിസ്റ്റർ കുറേ ചർച്ചകൾ, ബഡ്ജറ്റ് അവതരിപ്പിക്കും, നമ്മളെല്ലാവരും പല സെക്ടറിൽ നിന്നുള്ളവർ വന്നു കൂടിയിരുന്ന് ചർച്ച നടത്തും എന്നതിലുപരി ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അവലോകനം നടത്തേണ്ടത്. നമസ്കാരം, എൻ്റെ പേര് കാതറിൻ റോയ്. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ 2ാം വർഷ MBA വിദ്യാർത്ഥിയാണ് കുസാറ്റിൽ നിന്നും. എൻ്റെ ചോദ്യം ഡോക്ടർ TP സേതുരാജ് സാറിനോടാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിന് ഈ ബഡ്ജറ്റിൽ ധാരാളം ഊന്നൽ കൊടുത്തതായിട്ട് കണ്ടു, ധാരാളം ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് എങ്ങനെ ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാക്കാം? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം ഇപ്പോൾ ഇന്ന് ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മൊത്തം കഴിഞ്ഞ ബഡ്ജറ്റിലെ മുഴുവൻ അലോക്കേഷനും എക്സ്പെൻഡിച്ചറായി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കേരളത്തിന് ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ സൗകര്യം ലഭിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം. മറ്റു പല മേഖലകളിലും സംസ്ഥാന ഗവൺമെൻറ് NREG ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. പ്രധാനമായും ഡയറി, ലൈഫ് സ്റ്റോക്ക് പ്രൊട്ടക്ഷൻ, ക്ഷീരമേഖലയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും
NREGA പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിന് നല്ലത് തന്നെയാണ്. ശ്രീ പ്രിൻസ് ജോർജ്, താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഒരു ബജറ്റിനെ സംബന്ധിച്ച് പല മേഖലകളിലുള്ള ആളുകളിലൂടെ ഡിസ്കഷൻ നടത്തുകയുണ്ടായി. ഈ ബജറ്റിനകത്ത് എനിക്ക് എൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2.5 lakhs തൊട്ട് 5 lakh വരെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കുള്ള ഒരു 5% ടാക്സ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് റിയൽ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സാലറി ക്ലാസ്സിലുള്ളവർക്കും ചെറിയ ഇൻകം ഏൺ ചെയ്യുന്നവർക്കും, സേ ഒരു 30,000 40,000 അല്ലെങ്കിൽ ഒരു 50,000 റുപ്പീസൊക്കെ മന്ത്ലി ഇൻകം ഏൺ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള സേവിങ്സ് അവർക്ക് ടാക്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അവർക്കത് സ്പെൻഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇത് 5 lakh എന്നുള്ള ലെവലിലേക്കൊക്കെ സ്ലാബ് ഉയർത്തും എന്നൊക്കെ പറയുന്നതിനേക്കാളും ഒക്കെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ചെയ്തേൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ബജറ്റ് ഈ ഒരു ടാക്സ് പ്രപ്പോസൽ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ടാക്സുകളൊന്നും കൊണ്ടുവരാതെ ആളുകളുടെ ഫിയർ മാറ്റി എക്കണോമി സ്ലഗിഷായിട്ടുള്ള എക്കണോമിയിലേക്ക് വീണ്ടും തിരികെ സ്ട്രോങ് ആയിട്ട് ആളുകൾക്ക് വരാനും ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഈ SME മേഖലകളിലുള്ള 50 കോടി രൂപയ്ക്ക് താഴെയുള്ള ആളുകൾക്ക്, ടേൺ ഓവറുള്ള ആളുകൾക്കുള്ള ഒരു 5%ലുള്ള ടാക്സസ്, ഇത് രണ്ടും ചെറുകിട മേഖലയും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ടാക്സ് പേയേഴ്സിനും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഹൈലൈറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്. കാർഷിക മേഖലയ്ക്കും ഇടത്തരം വരുമാനക്കാർക്കും ഗുണകരമാകുന്നതാണ് ഈ ബജറ്റ്. ഇടത്തരം വരുമാനക്കാർക്ക് ആദായ നികുതി പരിധിയിലെ ഇളവ് ഗുണം ചെയ്യും. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ നീക്കിയിരിപ്പുള്ളത് കർഷകർക്കും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഈ പ്രത്യേക ബജറ്റ് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.